മഞ്ഞപ്പിത്തം വെള്ളത്തിലൂടെ പകരുന്ന മഞ്ഞപ്പിത്തം നമ്മുടെ സമൂഹത്തിൽ ഇൻഫെക്ഷൻ ഉണ്ട്. അപ്പം അതും കൂടുതലായി പകരാൻ സാധ്യതയില്ല ഈ ഒരു കാലത്ത്. കുടിക്കുന്ന വെള്ളം തിളപ്പിച്ച് ആറിയ വെള്ളം തന്നെ കുടിക്കുക. ഒരിക്കലും നമ്മൾ വെള്ളം തിളപ്പിച്ച് ഉടനെ തണുത്ത വെള്ളം എടുത്ത് അതിൽ മിക്സ് ചെയ്യരുത്. അത് ശ്രദ്ധിക്കണം. അതേപോലെ ചൂട് ഭക്ഷണം തന്നെ കഴിക്കുക. തണുത്ത ഭക്ഷണം ഒഴിവാക്കുക. പഴകിയ ഭക്ഷണം ഒഴിവാക്കുക. ഫുഡ് നമ്മൾ കവർ ചെയ്ത് വെക്കുക. ഈച്ചയൊന്നും വന്ന് ഇരിക്കാത്ത രീതിയിൽ അത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. വയറിളക്കം വന്നാൽ എന്താ സംഭവിക്കുന്നത് കഴിഞ്ഞാൽ വയറ്റിൽ നിന്ന് ഇങ്ങനെ പോയിക്കൊണ്ട് നിൽക്കുമ്പം നമ്മുടെ ശരീരത്തിൽ നിന്നുള്ള നീര് കുറയും. അപ്പോൾ ആ നീര് കുറയുമ്പോഴാണ് ഈ വയറിളക്ക രോഗത്തിൻ്റെ കുറേ കോംപ്ലിക്കേഷൻസ് ഉണ്ടാകുന്നത്. നീര് കുറഞ്ഞാൽ പ്രഷർ കുറയും, കിഡ്നീൻ്റെ പ്രവർത്തനത്തിനെ ബാധിക്കുക. അപ്പം നീര് നമ്മൾ എത്രത്തോളം പോകുന്നു അത്രയും ആ നീര് നമ്മുടെ ശരീരത്തിൽ എത്തണം. അപ്പം അതിനുവേണ്ടി ഇപ്പം കുട്ടിക്കൊരു കുട്ടി ഒരു വലിയ ആൾക്ക് തന്നെ ഇപ്പം ഛർദിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് വായിൽ കൂടെ വെള്ളം കുടിക്കാൻ പറ്റുക, അത് തന്നെയാണ് ഏറ്റവും നല്ലത്. ഇനി ഛർദിച്ചുകൊണ്ടേ നിൽക്കുന്ന അത്തരം ആൾക്കാരെ മാത്രമേ നമ്മൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കി ഡ്രിപ്പ് ഇടണ്ടേ. അപ്പം വയറിളക്കത്തിന് ഏറ്റവും നല്ല പാനീയം എന്ന് പറഞ്ഞാൽ നമ്മൾ ORS ആണ്. അപ്പം ORS കലക്കിയിട്ട് അത് ഇടവിട്ട് നമ്മൾ കൊടുത്തുകൊണ്ടേ നിൽക്കുക. അതിനിപ്പം കണക്ക് എന്ന് പറയാനായിട്ടില്ല, എത്ര പ്രാവശ്യം അവർക്ക് കുടിക്കാൻ പറ്റും അത്രയും നല്ലതാണ്. അപ്പം വയറിളക്കവും ഛർദി രോഗമില്ല ഒരാൾക്ക് മൂത്രത്തിൻ്റെ അളവൊക്കെ കുറയുന്നത്, നാവൊക്കെ മുഴുവൻ ഉണങ്ങിയിട്ടാണ്. കുട്ടികളൊക്കെ ആണെങ്കിൽ അവരെ സ്കിന്നൊക്കെ ഫുൾ ഡ്രൈ ആയി, കരയുമ്പോൾ കണ്ണിന്ന് ചിലപ്പം വെള്ളമൊന്നും വരില്ല, നാവൊക്കെ ഡ്രൈ ആണ്. അപ്പോൾ അത്തരം സാഹചര്യത്തിൽ എങ്ങനെയായാലും നമ്മൾ ഉടനെ ഹോസ്പിറ്റലിൽ പോയി ഡ്രിപ്പ് കയറ്റിയിട്ട് തന്നെ ആ നീര് കുറഞ്ഞ ഇതിനെ നമ്മൾ ചികിത്സിക്കണം.